സമയം 3:59 4 മണി. ഓഫീസ് പോകണ്ട എനിക്ക് ഇട്ടപ്പോൾ എനിക്ക് നെയ്യ് മുഖത്ത് തേച്ച് ഫീലാക്കി. നെയ്യ് വെണ്ണ ഒന്നുമല്ല, അടിപൊളി. എനിക്ക് വല്ലാണ്ട് സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് മേലെ വാടക ഉറങ്ങുന്നുണ്ട്, താഴെ വാച്ച്മാൻ ഉറങ്ങുന്നുണ്ട്, ആൻഡ് ഈ ഏരിയയിൽ വർക്കിംഗ് ആൻറ്റീസ് ഉറങ്ങുന്നുണ്ട്. സമയം 3:30. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ എന്തായാലും വ്ളോഗൊക്കെ എടുക്കാനായിട്ട്. പിന്നെ എനിക്ക് റൂമിൽ ലൈറ്റ് ഇടാൻ പറ്റില്ല, കാരണം റൂംമേറ്റ് ഓൾറെഡി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ഓരോറങ്ങിക്കോട്ടെ. ഈ വീഡിയോയിൽ വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ഓഡിയോ സ്പോട്ടിഫൈയിൽ യാസീൻ അതൊക്കെ ഇട്ടിട്ട് ഓതാറാണ് സാധാരണ ചെയ്യൽ. പക്ഷെ ഇന്നിപ്പോൾ അവൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് ഓതുന്നതിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ നോക്കി ഓതുന്നതാണെന്ന് തോന്നി. അപ്പം ഞാൻ എന്താ പറയുക, പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മളെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതായിരിക്കും ബെറ്റർ ഒന്ന്. ഇപ്പോൾ സമയം 3:59 4 മണി. ഞാൻ 4:45 അലാം വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 5:01 5 മണിക്ക് ഇവിടെ ബാങ്ക് കൊടുക്കും. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് ഉറക്കം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതും അങ്ങനെയൊക്കെ. ബട്ട് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അത്രയും ഞാൻ ഉറങ്ങുള്ളൂ. അപ്പം ആ ഒരു ചെറിയ ഗ്യാപ്പ് ഞാൻ ഉറങ്ങി അലാം വെച്ച് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് മര്യാദക്ക് ഉറക്കമായി ഉണ്ടാവില്ല. ഈ മൈഗ്രെയിൻ തലവേദനയുടെ പ്രശ്നം കൊണ്ട് തലവേദന വെറുതെ കൂടെ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ഉറങ്ങണ്ട. ആൻഡ് ഇപ്പം ഞാൻ ഈ ടാബിൻ്റെ വൈറ്റ് സ്ക്രീൻ ഓണാക്കി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് ഈ റൂമിൽ റൂംമേറ്റ് ഉള്ളതുകൊണ്ട് ലൈറ്റ് ഓണാക്കാൻ വയ്യ. എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? പുറത്താണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ആൻറ്റീസൊക്കെ കിടന്നുറങ്ങുന്നൊരു സ്പേസാണ്. അപ്പം അവർക്കും ഡിസ്റ്റർബൻസ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ സൗണ്ടിൽ ക്ലാരിറ്റി കുറവുണ്ടാവും. ബിക്കോസ് 3 ഫാൻ റൂമിൽ ഓടുന്നുണ്ട്. ഫാന് സൗണ്ട് മാത്രമേ ഉള്ളൂ. കാറ്റുണ്ട്, പക്ഷെ ചൂട് കാറ്റാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങാനൊക്കെ. അപ്പം മേ ബി എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇപ്പോൾ ഒരു ലാസ്റ്റ് 1 വീക്ക് ഞാൻ നാട്ടിൽ നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കണം ഈ ഒരു ഇൻകൺവീനിയൻ്റ് ഉറക്കം കിട്ടാത്തതും എല്ലാം. ഓൾറെഡി ഞാൻ നല്ല ടയേർഡാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതും കൂടെ. ഇപ്പോൾ എൻ്റെ ഫോണിൽ ജസ്റ്റ് 18% ചാർജേ ഉള്ളൂ. അപ്പം ഞാനിപ്പം വിചാരിക്കുന്നത് കുറച്ച് നേരം ചാർജിന് ഇടാന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഒന്നെങ്കിൽ വല്ല ദിക്റോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ചാറ്റ് GPT കുറച്ച് സംഭവങ്ങൾ സെർച്ച് ആക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ചാർജിന് ഇടാൻ വിചാരിച്ചു. കാരണം ചാർജ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പണിയാണ്. അപ്പം ചാർജിനൊക്കെ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇപ്പം സമയം 5:15. ഇതിനെ കൊണ്ട് കൂട്ടിയാൽ കൂടും തോന്നുന്നില്ല. കാരണം ഞാൻ നല്ല ടയേർഡാണ്. ആൻഡ് ബോഡി നല്ല ടയേർഡാണ്. ബോഡിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ മനസ്സ് ഉറങ്ങുന്നില്ല. അതാണ് മെയിൻ സംഭവം. അപ്പം ഞാൻ എന്തായാലും എനിക്കിപ്പം പഠിക്കാനോ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കാണെങ്കിൽ കുറച്ചെങ്കിലും ഉറക്കം കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് തലവേദന വരികയാണെങ്കിൽ വന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാൻ പോവാണ്. കാരണം നിസ്കരിച്ചു എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 7:30 സംതിങ്ങിന് എണീക്കാന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പം ഉറങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ എണീറ്റിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്.
ഓക്കെ. ഹൈ ഗൈസ്, അപ്പം ഞാൻ 7:30 അലാം വെച്ചു, എണീറ്റു. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചു, ബ്രഷ് ചെയ്ത് കുളിച്ചു. അപ്പം നിങ്ങൾ ചോദിക്കും നേരത്തെ ബ്രഷ് ചെയ്തില്ലേ? ഇല്ല, ബിക്കോസ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഇപ്പം ഞാൻ ബ്രഷ് ചെയ്ത് കുളിച്ചു, യൂണിഫോം സ്ക്രബൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എനിക്കിനി ഫുഡ് കഴിക്കണം, ഫുഡ് പാക്ക് ചെയ്യണം, സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യണം, ബാഗ് പാക്ക് ചെയ്യണം, പോകണം എന്നാണ്. പക്ഷേ ഞാൻ എണീറ്റ് 7:30 എണീറ്റ് കുളിക്കണതും ബ്രഷ് ചെയ്യണമെന്നും നിങ്ങളെ കാണിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എണീറ്റതെങ്കിലും പറയണമല്ലോ. ഞാൻ മറന്നതാണ് സംഭവം. വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ എണീറ്റപ്പം മറന്നു. അലാം അടിച്ചു, ഞാൻ ഓട്ടോമാറ്റിക് എണീറ്റു, ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല ഞാനൊരു സംഭവം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ എന്നുള്ളൊരു ഇതോടി. പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് എന്നെക്കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ കാണാം. ഇപ്പം ഞാൻ തൽക്കാലം ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് അതൊന്നിടും, ചിലപ്പോഴുള്ളൂ കേട്ടോ, നോക്കാം. എന്നിട്ട് നമുക്ക് മേലെ പോയി ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഇത് സംഭവം ഓർഡിനറിൻ്റെ ബോട്ടിലാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ളത് ഓർഡിനറിൻ്റെ പ്രൊഡക്റ്റ് അല്ല. ഞാൻ ബോട്ടിൽ വാഷ് ചെയ്തിട്ട് അതിൽ വേറൊരു സംഭവം പ്രൊഡക്റ്റ് ആക്കിയതാണ്. ആൻഡ് ഇറ്റ്സ് വർക്ക് റിയലി ഗുഡ്, വർക്ക്സ് വെരി വെൽ അങ്ങനെ പറയാം. നമ്മൾ സൺ ടാന് കാര്യങ്ങൾക്ക് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറം. ഞാൻ വേണമെങ്കിൽ ഒരു ഷോർട്ടായിട്ടോ ഒക്കെ ഞാൻ ഇട്ടുണ്ട് സിറത്തിനെ പറ്റി. ഈ സിറം ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാനൊരു ഷീറ്റ് മാസ്കിൻ്റെ പാക്കിൽ നിന്ന് ആദ്യം ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ട് എക്സസൈസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റിയിട്ട് ബാക്കിയാണ് ഞാൻ മാസ്കിൽ ആക്കി യൂസ് ആക്കുന്നുള്ളൂ. അപ്പോൾ ആ ഷീറ്റ് മാസ്കിൽ നിന്ന് എടുത്തത്, പിന്നെ വേറെ അടുത്ത് ഷീറ്റ് മാസ്ക് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ മിക്സ് ചെയ്യൂല, കാരണം രണ്ട് ബാച്ചാണ്. അപ്പം അങ്ങനെ പ്രൊഡക്ട്സ് നമുക്ക് അറിയൂല എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് തന്നെ പല ഷെയ്ഡ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, 2 ബാച്ച് ആകുമ്പോൾ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്തായാലും ഞാൻ അപ്പം ഒരു സിറം ഇട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സ്റ്റിക്കി ഫീലൊന്നുമില്ല. ബട്ട് ഞാൻ ഇപ്പോൾ ഇതിട്ടിട്ട് ഇനി ഞാൻ മേലെ പോയിട്ട് മോയ്സ്ചറൈസർ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മേലെ പോയി ഫുഡ് കഴിച്ച് ഫുഡ് പാക്ക് ചെയ്ത് നമുക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ സ്ലീവ് തരികയാണ്. ഈ സാധനം ഉണ്ടല്ലോ, സ്പോർട്സ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. മൈ ഫോർത്ത് പെയർ. ഈ സാധനം ഇത് മൊത്തത്തിൽ ഇങ്ങനെ വരും 4 വാഷിങ് കഴിഞ്ഞാൽ. അണ്ടർ സ്ക്രബ് എന്നൊരു സംഭവമുണ്ട്, വാങ്ങണം. ഓഫീസ് പോകണ്ട എനിക്ക്. അപ്പം ഗൈസ് നമ്മൾ സ്ലീവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഈ 2 തുള കയ്യിലുണ്ട്. പല ആൾക്കാർക്കും അറിയില്ല ഇതെന്ത് സംഭവം എന്നുള്ളത്. ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കീറിയിട്ട് നടക്കണമെന്നുള്ള രീതിയിൽ. ബട്ട് ഇതാണ് സാധനം. ബട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടും നമ്മളൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇതാണ് സംഭവം. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് കടക്കാം. കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ ഇപ്പം ഓൾറെഡി സിറം യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം മോയ്സ്ചറൈസർ ഇടും. അല്ലെങ്കിലും ഞാൻ മോയ്സ്ചറൈസർ ഇടും. സിറം ഞാൻ ഇന്ന് വെറുതെ വീഡിയോക്ക് വേണ്ടിയിട്ട് പൊലിവിന് വേണ്ടിയിട്ടിട്ടതാണ്. ഇതിൻ്റെയൊക്കെ മുന്നായിട്ട് ഞാൻ ലിപ് ബാം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടാവും, ഷോർട്സ് കണ്ടവർക്ക് അറിയണ്ടാവും. ദിസ് ഈസ് മൈ ഫേവ് വൺ, ടിൻഡർ. ഇത് ഫേസ് മോയ്സ്ചർ. ഇത് ആക്ച്വലി ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ആളെനിക്ക് എഴുതി തന്നിട്ടുള്ള ഒരു ഇതാണ്.
ആണിത്, ഒരു മോയ്സ്ചറൈസറാണ്. ആൻഡ് ഇറ്റ്സ് റിയലി വർക്ക് ഫോർ മീ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഇത് നോർമൽ ടു ഓയിലി സ്കിന്നാണ്. നോസിൻ്റെ ഈ ഒരു ഏരിയ ഭാഗം മാത്രം കുറച്ച് ഓയിലി ആവും കുറച്ച് കഴിഞ്ഞാൽ, അല്ലാതെ നോർമൽ ആണ്. അപ്പം എനിക്ക് ഭയങ്കര കുരുകളൊക്കെ വന്നിട്ട് ആകുമൊത്തം ഞാൻ കണ്ണ് കണ്ടതൊക്കെ വാരി തേച്ച് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചതായിരുന്നു. ഓക്കെ, കണ്ണൊക്കെ വേദന ആവുന്നു, ഉറക്കം റെഡിയാവാഞ്ഞിട്ട് സാരില്ല, അഡ്ജസ്റ്റ്. എന്താ മോയ്സ്ചറൈസർ കഴിഞ്ഞു, അടുത്തത് സൺസ്ക്രീനാണ്. ഇത് UV ഡോക്സ്, ഇതും ഡെർമറ്റോളജി റെക്കമെൻഡഡ് ആണ്. ആൻഡ് ഇതെല്ലാ സൺസ്ക്രീനിൻ്റെ മാതിരി നമ്മൾ 3 ഫിംഗർ റൂൾ 2 ഫിംഗർ റൂൾ അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല, ബിക്കോസ് ഇതൊരു ബട്ടറി സംഭവമാണ്. ഇത് 2 ഫിംഗർ റൂളിൽ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. കിട്ടിയ ആ ഒരു ടൈമിൽ ഫസ്റ്റ് യൂസ് ഞാൻ അങ്ങനെ ചെയ്ത് അതിട്ടപ്പോൾ എനിക്ക് നെയ്യ് മുഖത്ത് തേച്ച് ഫീലാണ്. ഗീ, നെയ്യ്, വെണ്ണ, ഈ സാധനം മുഖത്ത് തേച്ച് ഫീലാണ്. യു ക്യാൻ സി, ഇത് ഭയങ്കര ബട്ടറി സാധനമാണ് കേട്ടോ. ഒരു അങ്ങനത്തെ ഒരു സാധനം കുറേ തേച്ചാൽ ഗ്രീസി എഫക്റ്റ് വരും. അപ്പം അതില്ലാതിരിക്കാൻ നമ്മൾ ഇത്രേ തേക്കുള്ളൂ. ബട്ട് ഇത് മതി, ധാരാളം. ഭയങ്കര എന്താ പറയുക, സൺസ്ക്രീനിൻ്റെ പണി കറക്റ്റ് എടുക്കുന്നുണ്ട്. അത് മതിയല്ലോ, നമുക്ക് കുറേ തേക്കണമെന്നൊന്നുമില്ലല്ലോ. കുറച്ച് തേച്ചാൽ നമുക്ക് അത്രയും ലാഭം. എല്ലോണ്ട് ലിപ് ബാം ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പം ഇന്ന് വീഡിയോ ഒക്കെ എടുക്കണോണ്ട് ഞാൻ കുറച്ച് കണ്ണൊക്കെ എഴുതി, കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോയാൽ ഉഷാറാവില്ലേ? വീഡിയോൻ്റെ കണ്ടതിനുള്ളൊരു സംഭവം ആവില്ലേ? പിന്നെ ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് ഉറക്കച്ചടവ് ഇങ്ങനെ അറിയൂല. ഇത് അതന്നെ നമ്മൾ 4-5 പേഷ്യൻറ്റിനൊക്കെ എടുത്തിങ്ങനെ പോകുമ്പം നിങ്ങൾ പറയില്ലേ, ഈ ഡോക്ടറെ ഉറങ്ങി തൂങ്ങിയ വരുന്നതെന്ന് പറയില്ല. അപ്പം അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ രാവിലെ, ഇപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ റൗണ്ട്സിന് പോകുമ്പം ഈ പേഷ്യൻ്റ് മൊത്തം നമ്മളെ ശ്രദ്ധിക്കും. രാവിലെ തന്നെ കയറി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുന്നത് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെന്താ പറയണെന്നുള്ള ഒരു ത്വര കൊണ്ടൊന്നുമല്ല. അടിപൊളി. ചെറുതായിട്ടൊന്ന് കരണ്ട് പോയി, അതാണ്, വേറെ ഒന്നുമില്ല. അപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടിതാ പേഷ്യൻ്റ് ഒരു ശ്രദ്ധിക്കുന്നത് നമ്മളെന്താ പറയണതെന്ന് കേൾക്കാനുള്ള ഒരു ത്വര കൊണ്ടോ നമ്മളെന്താണ് പറയണതെന്ന് അറിയാനുള്ള ഒരു ഇതുകൊണ്ടൊന്നും അല്ല. ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ രാവിലത്തേനെ എല്ലാം കെട്ടി വലിച്ച് 4-5 പടയെല്ലാം കൂടെ കയറി വരുമ്പോൾ ഒരു ദേഷ്യം വരുമല്ലോ ഓട്ടോമാറ്റിക് ഉള്ളിൽ. എനിക്ക് ഈ നേരത്തെ തന്നെ കയറി വരാനുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു നോട്ടാണ് 3/4 പേഷ്യൻ്റ് അല്ലെങ്കിലും പേഷ്യൻറ്റിൻ്റെ അറ്റൻഡർ കൂടെ നിൽക്കുന്ന ആൾക്കാർ. നമ്മൾ റൗണ്ട്സിന് പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ കൂടെ നിൽക്കുള്ളൂ, അവരെ നോട്ടം. ചിലപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോഴും അവർ ഫുഡ് കഴിക്കുക. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഓർക്ക് ഫുഡ് കഴിക്കുന്ന ടൈമാണ്. അങ്ങനെ അപ്പം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, കണ്ണ് ഇതിൽ നോക്കി ഞാൻ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് കണ്ണ് വേദനയാകുന്നുണ്ട്, മൊത്തത്തിൽ ഞാൻ പിരിവെട്ടി നടക്കുന്നത്. ഇതിൽ ഞാൻ നോക്കി കണ്ണ് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ദിഗംബരനാവും. ഞാൻ കണ്ണാടി നോക്കിയിട്ട് കണ്ണ് എഴുതിയിട്ട് ബാക്കി വീഡിയോ വരാം. ഓക്കെ, ഞാനിപ്പം കണ്ണ് എഴുതിയിട്ടുണ്ട്. കണ്ണ് എഴുതിയത് എൻ്റെ കണ്ണ് പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ അടിയിൽ ഞാൻ എഴുതിയിട്ടില്ല. ജന്മനാ പാരമ്പര്യമായിട്ട് എനിക്ക് ചെറിയ കണ്ണാണ് കിട്ടിയത്. ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കുഞ്ഞതായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ടയർഡാകുമ്പോൾ ഇതിലേറെ ചെറുതാവും. കാരണം പുറത്തിറങ്ങിയ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അപ്പം ഒന്നായിട്ട് കോളാക്കണ ഒരു വരാവും എൻ്റെ കണ്ണൊന്നായിട്ട്. അപ്പം അത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് മേലെ മാത്രമേ ഇട്ടുള്ളൂ. ആൻഡ് ഇപ്പം ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് കൂടെ ആവാം, കുറച്ച് ബ്രൈറ്റൻ ആവാം. ഒരാഴ്ച എനിക്ക് വല്ലാണ്ട് ഒരുങ്ങാനും പേടിയുണ്ട്. കാരണം ഞാനൊരു ഒരാഴ്ചൻ്റെ മേലായിരുന്നു. 1.5 ആഴ്ച വരെ ഞാൻ ലീവ് എടുത്തിട്ട്, ഇപ്പോൾ വയ്യാണ്ടാണെങ്കിലും ലീവൊക്കെ എടുത്തിട്ട് ഉള്ളതായിരുന്നേ. എൻ്റെ റൂമിലാണ് സംസാരിക്കുന്നത്. അതിന് ചെറിയൊരു ക്ലാഷ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, സൗണ്ടിൽ കേട്ടോ. എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ആക്കാം. അപ്പോൾ ഞാൻ ലീവ് എടുത്തിട്ട് ഇപ്പം ഞാൻ മാറ്റിയൊരുങ്ങി പോകുമ്പോൾ എനിക്ക് വയ്യായിരുന്നു എന്ന് പറഞ്ഞ പോലെ വിശ്വസിക്കുമോ? ഇല്ല. സംഭവം പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ സാറെന്നെ വേണമെങ്കിൽ പുറത്താക്കും. നമ്മൾ എക്സസ് ആയിട്ടുള്ള ലിപ് ബാം ഇങ്ങനെ കളയും. ഇപ്പം ഞാൻ എന്തിനും ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് പോയതാണ്. പിന്നെ ഒന്നായിട്ട് ഞാൻ വരുത്തി എടുക്കലില്ല, ബിക്കോസ് ഫുൾ മോയ്സ്ചറൈസ്ഡ് ആയ ലിപ്സ് ഒന്നുകൂടെ ഡീഹൈഡ്രേറ്റ് ആകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആകും, ഇങ്ങനെ പൊളിഞ്ഞ് വരും. പൊളിഞ്ഞ് വരാതിരിക്കാനുള്ള ലിപ്സ്റ്റിക്കിൻ്റെ നല്ലൊരു ടിപ്പാണ്. ആദ്യം ലിപ് ബാം ഇട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് എക്സസ് ആയതൊന്ന് എടുത്തിട്ട് പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാം. ഈ ലിപ്സ്റ്റിക്ക് അറിയുണ്ടാവും എല്ലാവർക്കും അല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് എൻ്റെ വീഡിയോ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറിയാൽ അറിയാൻ പറ്റും. ഓക്കെ, എനിക്കുണ്ടല്ലോ വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇല്ലടോ.
ഞാൻ ഭയങ്കര സെഡാണ് ആ കാര്യത്തിൽ. കാരണം 2K, 2.5K, 1.5K, 1.6K, എന്തിന് 3.3K വരുന്ന വ്യൂസ് വരുന്ന ഇത് ഷോർട്സൊക്കെ ഉണ്ട് എൻ്റെ ചാനലിന്. അത്രയും വ്യൂസൊക്കെ കിട്ടി. പക്ഷെ ആരും ലൈക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ആൻഡ് ഐ എം സോ സെഡ് അബൌട്ട് ദാറ്റ് സെഡ്. അപ്പോൾ ദാ ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതിയപ്പോൾ തന്നെ നമ്മൾ ലുക്ക് ഓവറോൾ മാറിയിട്ടുണ്ട്. ഒരു കാര്യം, ഞാൻ ഇവിടെയാണ് നോക്കണേ. ഞാൻ എന്നെ കാണാൻ ഇവിടെ നോക്കും, ബട്ട് ക്യാമറ എവിടെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ നോക്കിയാലേ നിങ്ങൾക്ക് കറക്റ്റ് ആവുള്ളൂ. ബട്ട് എൻ്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നുണ്ട്, കാര്യം കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എനിക്ക് ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുടി വാരണം, പിന്നെ എൻ്റെ ഷോൾ മാറ്റണം. പിന്നെ ഞാൻ ഈ ഷോൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ ഈ പെണ്ണിന് ഈ ഷോൾ മാത്രമേ ഉള്ളൂ എന്ന്. ഞങ്ങൾ പെൺകുട്ടികളുടെ അടുത്ത്, എസ്പെഷ്യലി ഹിജാബീസ്, എൻ്റെ അടുത്ത് ചോദിക്കണത് പോട്ടെ, ഹിജാബീസിൻ്റെ അടുത്ത് എനിക്ക് ഈ ഒരു കറുത്ത ഷോൾ മാത്രമേ ഉള്ളൂ എന്നൊന്നും ചോദിക്കരുത്. എൻ്റെ അടുത്ത് തന്നെ 4 ഷോളുണ്ട്. അതിൽ ജേഴ്സി ഹിജാബാണ് എനിക്ക് ഒന്നുകൂടി കൺവീനിയൻ്റ് ആയി തോന്നിയത്. അത് കിട്ടി നോക്കിയപ്പോൾ ബാക്കി 2 ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. 4 ഷോളുണ്ട്. അതിലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഇടും. ഓക്കെ, അപ്പം ഹിജാബീസായിട്ടുള്ള ചുറ്റിയിടുന്ന ആൾക്കാരെടുത്തപ്പോൾ എത്ര ഉണ്ടാവും? 5 6 ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ ഒറ്റ ഷോളാണ് ഇവരിട്ട് നടക്കണമെന്ന് ആ ഒരു ബ്ലാക്ക് കണ്ട് നിങ്ങൾ വില എത്താൻ നിൽക്കണ്ട. കാരണം ബ്ലാക്കിൽ തന്നെ പല ക്ലോത്തിൽ പല മെറ്റീരിയലൊക്കെ വരുന്ന പല മെറ്റീരിയൽ ക്ലോത്ത് ഇതിലൊക്കെ വരുന്ന ഷോൾ ഉണ്ടാവും. അപ്പം ഞാനിത് സാധാരണ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴിടാനും അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ വീഡിയോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഷോളാണ്. ഡ്യൂട്ടിക്ക് ഞാൻ വേറെ ഷോളാണ്, ജേഴ്സി ഹിജാബ് തന്നെയാണ്, ബട്ട് വേറെ ഷോളാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഷോൾ മാറ്റണം, എനിക്ക് മുടി വാരണം, ആക്സസറൈസ് ചെയ്യണം. പിന്നെ ഈ ഒരു സോക്സ് ഉണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് സ്റ്റുഡിയോന്ന് വാങ്ങിയതാട്ടോ. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ട് ഐറ്റംസ് നൈസ് അല്ലേ. ഇതിനെനിക്ക് എത്ര 79, ഓൺലി 80 rupees, ബട്ട് നൈസാണ്. ഇങ്ങനെ ഞാൻ ഷോക്സ് ഇട്ടു, മുടി വെട്ടി. മുടി അങ്ങനെ ആർപ്പാടൊന്നുമില്ല, നിങ്ങളെപ്പോഴും കാണുന്ന ഹെയർ സ്റ്റൈലൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് പെട്ടെന്നൊക്കെയാണ് എമർജൻസി സർജറി കാര്യങ്ങളൊക്കെ വരിക. ഇപ്പോൾ എസ്പെഷ്യലി ഞാനിപ്പോൾ ജനറൽ സർജറിയിലാവുമ്പം ഞാൻ ഓടണം തിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ. ചിലപ്പോൾ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ്. സോ അപ്പോഴൊക്കെ നമുക്ക് ഹെയർ സ്റ്റൈലിലൊന്നും വലിയ കാര്യമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മാറും, മൊത്തത്തിൽ കോലാഹലമാണ്. അപ്പം ഒക്കെ മാറും. പിന്നെ ഞാൻ കുറച്ച് നേരം മുന്നേ പറഞ്ഞില്ലേ എൻ്റെ ഷോള് മാറ്റുന്നുള്ളത്, ഞാൻ കുറേ ദിവസമായി യൂസ് ചെയ്തിട്ട് അതാണെന്നറിയില്ല, ഒരു പന്തികേട് പോലെ, എന്താണെനിക്ക് മനസ്സിലാവില്ല. ആൻഡ് ദിസ് വൺ ഞാൻ ഇപ്പം ഇന്നലെ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നത്, വലിയ സീനില്ല. ബട്ട് ഇതെന്തോ എനിക്ക് എന്തൊക്കെയോ ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ആകുന്നുണ്ട്. സെറ്റാവുമായിരിക്കും. ഇതാണ് അപ്പോൾ ഷോള്. ഞാൻ പറഞ്ഞല്ലോ കുറേ ഷോൾ എൻ്റെ അടുത്തുണ്ട്, ഇനിയുണ്ട് ഉള്ളിൽ. എടുത്ത് വലിച്ചിടാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ദിസ് ഈസ് മൈ ഹെയർ സ്റ്റൈൽ. എപ്പോഴും കാണുന്ന സെയിം തന്നെ. മേലോട്ട് പിടിച്ച് കെട്ടുക, അങ്ങനെ പിടിച്ച് കെട്ടി നെറ്റി വരെ കയറി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. 9 മണിക്ക് ഡ്യൂട്ടിയുള്ള ഞാൻ 8:50 ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ ബസ് കയറിയിട്ട് ഇനി എപ്പോൾ അവിടെ എത്തുന്നൊന്നും എനിക്കറിയില്ല. എത്തുമായിരിക്കും, അത് മാത്രമേ എനിക്കറിയാം. പിന്നെ ഞാൻ എന്താ വാച്ചിടുന്നുണ്ട്, ഫാസ്റ്റ് ട്രാക്ക് വാച്ചാണ്. ഫാസ്റ്റ് ട്രാക്ക് വാച്ച്. ഈ കയ്യിൽ പിന്നെ നമ്മളിങ്ങനെ ബ്രേസ്ലെറ്റ് എടുക്കും. ആരെങ്കിലും NS അവരെ അങ്ങനെ നമ്മളെ മേൽനോട്ടുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും വീഴാണെന്നുണ്ടെങ്കിൽ മെല്ലെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റും. അത്രേ ഉള്ളൂ. പിന്നെ പെർഫ്യൂമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആൽക്കമിസ്റ്റ് ലണ്ടൻ്റെ ഡാൻസ് ഫ്ലോർ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഓൾമോസ്റ്റ് ഡൂപ്പാണ് സാധനം. ബട്ട് സ്മെല്ല് നൈസാണ്. ആൻഡ് അത് മീൻസ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല കുത്തി നിൽക്കുമെങ്കിലും വിത്തിൻ 5 minutes എവിടെയാണ് ഫെയ്ഡായി പോകണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു ചെറിയൊരു മൈൽഡ് ഒരു ചെറിയൊരു
ആ ഒരു സംഭവം കിട്ടും കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് എൻഗേജിൻ്റെ വുമൺ W2 പെർഫ്യൂം സ്പ്രേ, W2 വേരിയൻറ്റ് പെർഫ്യൂം സ്പ്രേ ആണ്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറേ അടിക്കരുത്, കുറേ അടിച്ച് കഴിഞ്ഞാൽ തലവേദനിക്കും, നമുക്ക് തന്നെ തലവേദനിക്കും. ജസ്റ്റ് 2 മതി. ഇത് ഇനി ഈ ഫുൾ ഡേ നിൽക്കും, ഓൾമോസ്റ്റ് ഫുൾ ഡേ നിൽക്കും. ഇത്രയും സ്മെല്ലിൽ നിന്നില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് ഇതുപോലെ ഞാൻ ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ സ്റ്റാഫ് നേഴ്സോ അല്ലെങ്കിൽ വേറെ എൻ്റെ സെയിം ബാച്ചിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വേറെ സീനിയർ ഡോക്ടർമാരോ ആരെങ്കിലുമൊക്കെ ഏതാ പെർഫ്യൂം അങ്ങനെ ചോദിക്കുക. അതിങ്ങനെ മെയിനായിട്ട് കിട്ടാറുള്ളത് ഈ W2 എൻഗേജിൻ്റെ ഈ ഒരു പെർഫ്യൂം എന്നാണ്. ആൻഡ് ഈ സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഓൺലൈനിൽ നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്ക് ടൈം ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം 8 മണീൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞ് 9 മണിക്കാണ് പോവാറ്. ഇപ്പം ഞാൻ 9 മണിക്ക് എത്തത്തില്ല, 9:30 എത്തുള്ളൂ. കാരണം ബസ്സൊക്കെ കിട്ടി വരുമ്പം പോലെ ടാസ്ക്കാണ്. എസ്പെഷ്യലി ഞാൻ ഫ്രീ ബസ് ഇവിടെ തമിഴ്നാട്ടിൽ ഫ്രീ ബസ് ഉണ്ട് ലേഡീസിന്. അത് കിട്ടുമ്പോൾ വെറുതെ പൈസ ചിലവാക്കണില്ല ആലോചിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നേരെ വൈകിയാലും വേണ്ടില്ല വെയിറ്റ് ചെയ്ത് അതിൽ തൂങ്ങി പിടിച്ച് പോകുന്ന ടീമാണ് ഞാൻ. ഇന്നിപ്പോൾ അത് നടക്കും തോന്നണില്ല. കാരണം ഞാൻ നല്ല ലേറ്റായി, ഭയങ്കര ലേറ്റായി, ഓവർ ലേറ്റായി. എന്തായാലും ഞാനിപ്പോൾ പുറത്തുനിന്ന് കാണാം. ഓവറോൾ ലുക്ക് ഇപ്പോൾ ഇതൊക്കെയാണ്. ഹോസ്പിറ്റലിൽ അവിടെ എത്താനായിട്ടുണ്ട്. 9 മണിക്ക് ഡ്യൂട്ടി, 8 മണിക്ക് തന്നെ പറയാം. 8 മണിക്ക് ഡ്യൂട്ടിയുള്ള ഞാൻ 9 മണി പറഞ്ഞു 9 മണിയാക്കി. 9 മണിക്ക് ഡ്യൂട്ടിയുള്ള ഞാൻ 9:10 സമയം 9:10 ഇനിയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പിടിക്കില്ല എന്നുള്ളൊരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് ചെയ്യണ ഓരോ സാധനമാണ് ഇതൊക്കെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണ്. കുറച്ച് ആൾക്കാരെ എന്നാ എന്നെ പിടിച്ചോന്നുള്ളത്. ഞാനിതല്ല, എൻ്റെ ബാച്ചിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നെ പഞ്ചില്ലാത്തതാണ് ആകെയുള്ള സമാധാനം. പഞ്ചാകുമ്പോൾ ടൈമിങ് അതിൽ കറക്റ്റ് അറിയുമ്പോൾ അങ്ങനെ വരും. ഇത് പഞ്ചല്ല, ജസ്റ്റ് സൈന് മാത്രമാണ്. അപ്പം സൈനിപ്പം നമുക്കെപ്പോൾ വേണ്ടിട്ടാണ്. പക്ഷേ 9:30 ആകുമ്പോൾ ആ ബുക്ക് സൈൻ ഇടുന്ന ആ ബുക്ക് ഉണ്ടല്ലോ, അത് അവർ ഉള്ളിലെടുത്ത് വെക്കും. എന്നിട്ട് അവർ ലീവ് ഇടും. നമ്മളുണ്ടെങ്കിൽ പോലും അവർ ലീവ് ഇടും. അതാണ് സീന്. ലീവ് എടുത്തുകളെ വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലാസ്റ്റിക്ക് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. നമ്മൾ എത്ര ദിവസം ലീവ് എടുത്തുകളോ അത്രയും ദിവസം നമ്മൾ പിന്നെയും ഡ്യൂട്ടി ഇട്ടിട്ട് ആയിരിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ആണ്. എന്തായാലും ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ട് പറയാം. ஆனா உண்மையா சொல்ல போனா நல்லா இருக்கா? நான் வந்துட்டு அதுதான் கட் பண்ணி இது நான் உங்களுக்கு ஃபார்மாலிட்டிக்காக இது நான் வச்சிருக்கேன். எனக்கு தெரியாது, அதுல நான் என்னமோ பண்ணிட்டு இருந்தேன். நீங்க அந்த பக்கம் பார்த்துட்டு இருந்த அவ்வளவுதான். அது எடு, அதை எடுவேன். കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞു. ഊട്ടിയിൽ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് അതൊക്കെ ചെയ്ത് തീർത്തു. ആൻഡ് ഇപ്പം ഞാനൊരു ഡോക്ടറിൻ്റെ അണ്ടറിലാണ് നിൽക്കുന്നത്. ആ ഡോക്ടർ ഇന്ന് ലീവാണ്, സാറിന് ലീവാണ്. ഇത്രയും ദിവസം എനിക്ക് ലീവായതുകൊണ്ട് തന്നെ സാറിന് ലീവാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ആൻഡ് അപ്പം ഇന്ന് പേഷ്യൻസ് കുറവായിരിക്കും. സോ ഞാൻ 3:15 വാർഡിൽ പോവും. 3:15 മീൻസ് മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് ഫുൾ ഞാൻ വാർഡിൽ പോവും. ചിലപ്പോൾ ICUയിൽ കയറും. അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നത്. ഇറ്റ്സ് വെരി നൈസ് തിങ്. வணக்கம் மக்களே, நாங்கள் பேசுவது. ஹாய் மக்களே. ஹாய் மக்களே. ஹாய்.
നമ്മളങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കാണെന്നാണ് പറഞ്ഞത്. നോക്കാം. എന്നോട് ചോദിക്കാണ്ട് എൻ്റെ പനി കാരണം വന്നൊരു പിമ്പിളാണിത്. എന്തിലോട്ടെ എന്തായാലും ഞാൻ അയ്യോ ഇതിപ്പോ എന്താ പറയാ, ഇടിയിട്ട് തന്നെ പാമ്പടിച്ച് കാരണം അതിന് തലയും വേദനിക്കുന്നുണ്ട്, വെയിലും ഉണ്ട്. ഞങ്ങള് ടെറസുമ്മലാണ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇടുക. അപ്പം ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5-6 നില കയറണം, ലിഫ്റ്റില്ല. അപ്പോൾ ഇങ്ങനെ കയറി ടെറസിലെത്തിയിട്ട് അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ താഴത്തോടെ ഇറങ്ങണം. അപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ എന്താ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കാണിച്ചതിനേക്കാളും സമയം ചിലപ്പോൾ ആവും. 4-5 പ്രാവശ്യം കയറി ഇറങ്ങണം. ആയോ ഫുള്ള് കഴിഞ്ഞു എന്നറിയാം. ഇവിടെ വെയിൽ പോയിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, അല്ല ഞാൻ വന്നിടങ്ങേറാണ്. ടെറസ് കാണില്ലേ എന്താണ് അവസ്ഥ. സൺ കിസ് കേട്ടിട്ട് ഇതൊരുമാതിരി അൽഫാം കണക്കിനായി. അമ്മാതിരി ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ കഫക്കെട്ട് ആവുകയും ചെയ്യും. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ചായൻ്റെ പറഞ്ഞ ബ്ലിങ്കിറ്റിൻ്റെ ഓർമ്മ വന്ന് ടീ പൗഡേഴ്സ് ആയിരുന്നു. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ചായ്, ഏലാച്ചി ചായ്, അദ്രക് ചായ്, അതായത് ഇഞ്ചി ചായ, അങ്ങനെ 3 ഫ്ലേവേഴ്സിൽ വരുന്ന ചായൻ്റെ അങ്ങനെ 12 പാക്കറ്റ്സ് ആയിരുന്നു. ഇങ്ങനത്തെ സാഷറ്റ്സാണ്. ഇതിൽ പ്രീമിക്സാണ്. ഷുഗറും നമുക്കൊരു ഷുഗർ കട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുടിക്കാൻ പറ്റിയൊരു ലെവലുള്ള ഷുഗറുണ്ട്. അതേമാതിരി പാൽപ്പൊടിയും എല്ലാം ഇതിൽ തന്നെ ഉള്ളതാണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിൻ്റെ സംഭവം ഉണ്ടാവും. അങ്ങനെ നല്ല നൈസ് സാധനം. ഞാൻ ഇത് കുടിക്കലുണ്ടായിരുന്നു. ഇത് നൈസ് സാധനമാണ്. ഇതിന് എനിക്ക് അന്ന് ആയിട്ടുണ്ടായിരുന്നത് ടോട്ടൽ റുപ്പീസ് എത്ര ഉണ്ട് 169, കറക്റ്റ് 169 റുപ്പീസാണ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലിങ്കിറ്റൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കുക. ജസ്റ്റ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. 1 കപ്പ്, ഈ ഒരു സാഷറ്റ് 1 കപ്പിന് പെർഫെക്റ്റാണ്. അപ്പം അതൊന്ന് ബ്ലിങ്കിറ്റുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടുട്ടാ. അപ്പം ഞാൻ പറഞ്ഞ ഈ ചായ ഉണ്ടല്ലോ, അത് സ്പോൺസർ വീഡിയോ ആഡോ ഒന്നുമല്ല. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തു. ടോട്ടൽ 12 സാഷറ്റിൽ ഇനി ആകെ 5 സാഷറ്റ് ബാക്കിയുള്ളൂ. പിന്നെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. ഇനി എനിക്ക് കാര്യമായിട്ട് പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, നിസ്കരിക്കണം, നൈറ്റ് ഫുഡ് കഴിക്കണം. ഇന്ന് പെട്ടെന്ന് ഞാൻ ഉറങ്ങും, കാരണം നല്ല ടയേർഡാണ്. അപ്പോൾ ഉറങ്ങണം. ഇത്രയൊക്കെയാണ് എൻ്റെ പരിപാടി. ഇനി ബാക്കിയുള്ള പരിപാടികൾ. അപ്പം ഈ ഒരു ദിവസം ഇത്രത്തോളം വലിയൊരു വീഡിയോ ആക്കണമെന്ന് എനിക്കറിയാം. ഒന്നാമതിൻ്റെ സംസാരം കൊണ്ടാണ്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും വലിയൊരു വീഡിയോ ആവാനുള്ള മെയിൻ റീസൺ തന്നെയാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറ്റേ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ എൻ്റെതായ രീതിയിലുള്ള എൻ്റെ ലൈഫ് സ്റ്റൈല്, എൻ്റെതായ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. കറക്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.